കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ഇഫ്താർ വിരുന്നാണ് നമ്മുടെ ആശുപത്രിയിൽ നിന്ന് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവരെ നോമ്പെടുത്തിട്ടാണ് ഇഫ്താർ വിരുന്ന് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഈ നോമ്പ് തുറക്ക് ഉസ്മാന്റെ വക ഒരു വയസ്സായ ഒരാൾ പരിമാണം പറഞ്ഞു. നമ്മളെ നോമ്പ് തുറക്ക് ഒരു ചീഫ് ഗസ്റ്റ് വരുന്നില്ല വന്നപ്പോ ഇതാണ് ഗസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. രാജഗിരിയിൽ ഇന്ന് നടത്തുന്ന ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ശരി, ഇതുപോലുള്ള ഓരോ പ്രോഗ്രാമുകൾ ഇപ്പോൾ ഓണം, അതുപോലെ വിഷു, അതുപോലെ ഇഫ്താർ ഇതുപോലുള്ള പരിപാടികൾ നടത്തുമ്പോൾ അത് ആളുകളുടെ അടിയിൽ സൗഹൃദവും നല്ല ബന്ധങ്ങളും കൂട്ടിയുറപ്പിക്കാനുള്ള ഒരു വേദിയായി ഇതുപോലുള്ള കാര്യങ്ങൾ മാറും. ഇത് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ കൂട്ടിയുറപ്പിക്കാനും ഒരിക്കലും മനുഷ്യന്മാരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാനും ആളുകൾക്ക് ഇതൊരു ഗുണപാഠമാണ്. അൽഹംദുലില്ലാ, അന്ന് എല്ലാവരും കൂടിയിട്ടൊരു നോമ്പ് തുറ. ഒരുപാട് ജയിലിൽ കിടക്കുന്ന വിഷമം മാറ്റി മുജീബ് സാഹിബ് സജീവായിട്ട് നമ്മളെ നോമ്പ് തുറയിലുണ്ട്. എന്താണ് വളരെ ആവേശത്തിലല്ലേ? അൽഹംദുലില്ലാ. ഇവക്ക് ഇവിടുത്തെ ലീഡർ പദവി, അസിസ്റ്റന്റ് ലീഡർ പദവി കൊടുത്ത ഞാനാണ്. എന്ത് പറയുന്നു? ഒന്നുമില്ല. ആവേശത്തിൽ സംസാരിക്കാൻ പോലും സമയമല്ല അല്ലേ? നമ്മുടെ രാജഗിരി നഴ്സിംഗ് സ്കൂളിന്റെ പ്രിൻസിപ്പാൾ എന്ത് പറയുന്നു? ടീച്ചറല്ലേ? ടീച്ചർ ജനപ്രിയ ടീച്ചർ. നീ ഒരു റീൽസ് ഒക്കെ ഉണ്ടാക്കി ഭയങ്കര വൈറലായിരുന്നു. സ്റ്റുഡൻസിന്റെ പണിയാണ്. സ്റ്റുഡൻസിന്റെ കൂടെയുള്ള റീൽസ്. വെരി ഗുഡ്. എന്ത് പറയുന്നു? എന്താ അടിപൊളി. എന്റെ മോളാണ് ഷാറു. എന്താണ് നമ്മുടെ ഗൈനക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹൃദയം? രണ്ട് മാഡന്മാര് വന്നപ്പോ രണ്ട് മാഡന്മാര് വളരെ സജീവ സാന്നിധ്യമായിട്ട് ഗൈനക്ക് നിൽക്കുന്നത്. ഉഷാറായിട്ട് വരുന്നുണ്ട്. ഉഷാറാണ്, തിരക്കാണ്. ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. രണ്ട് ഗൈനക്കോളജിസ്റ്റ് ഇവിടെ ആവേശത്തിൽ. എവിടെ നമ്മളെ ശാന്തമാട? അതോ മാഡം ആദ്യത്തെ ഇഫ്താർ അല്ലേ? ആദ്യത്തെ ഇഫ്താർ. എങ്ങനെയുണ്ട് ഇഫ്താർ? ഉഷാർ, കണ്ടിട്ട് അടിപൊളി. പിന്നെ നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ പിന്നെ ഇനി എന്ത് വേണം? മാഡം ഒരു പാട്ട് പാടുമോ? പാട്ടോ? ഇവിടെ ഇവരൊക്കെ ഒഴിഞ്ഞു പോണെന്ന് വല്ല ചിന്ത ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പൊ പിന്നെ പാടാൻ പറയുന്നത്. നല്ലൊരു ഇഫ്താർ വിരുന്നാണ് നിങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ സംഘടിപ്പിച്ചത്. എന്റെ ചാനലിന്റെ പേര് പറ. ചാനലിന്റെ പുലിമുരുകനി. ഓക്കെ, പുലിമുരുകൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അമ്പിളിച്ചേലുള്ള ബ്രഹ്മാണമുള്ള 86 പൂമുത്ത് ഹജറ ദൂതരിബ്രാഹി ആദരപ്പൂവിൻ്റെ തങ്കപ്പൂ പൂനാരി ഹജറ സമ്പൂർണ്ണതി ദിൽഹി രംഗുർണി ഹജറ പ്രായങ്ങളേറെ ഈ ചെവി ആജറ. കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര പൂവേ കണ്ടു. അറിവിൻ്റെ കേദാര പൂവേ കണ്ടു. രാജഗിരി നഴ്സിംഗ് സ്കൂളിന്റെ ചീഫ് എന്ത് പറയുന്നു? അടിപൊളി. നോമ്പായാലും തടിയൊക്കെ കുറച്ച് സന്തോഷത്തിലാണല്ലേ? ഡിയർ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. ഒന്നുമില്ല. ഊമയാണ്. കല്യാണത്തിന്റെ ആവേശത്തിൽ നമ്മളെ ഡോക്ടർ റോഷ് ഇവിടെ സജീവമായിട്ടുണ്ട്. നിന്റെ കല്യാണം ഫിക്സ് ചെയ്തുകൊണ്ട് ഞാനാ കഷ്ടപ്പെടുന്നത്. മോള് പെട്ടെന്ന് കഴിയും. ഹാപ്പി ഇഫ്താർ. വാങ്ങിക്കൊടുത്തു. നോമ്പ് തുറക്കാം. നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് തുറക്കട്ടെ. എല്ലാവരും തുറക്കും. ഓരോ കാര്യക്കെടുത്ത് എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കും. പൈനാപ്പിളാണ്, നാടൻ പൈനാപ്പിൾ അല്ലേ? ഓ, നിങ്ങൾ ഇവിടെ നിന്ന് യൂട്യൂബ് ഉണ്ടായിക്കോളും. ഇവിടെ റോഷിന്റെ കല്യാണത്തിന്റെ ഒപ്പന റിഹേഴ്സലിലൂടെയാണ് ഇവിടെ ഫിദയും ഹെന്നയോടും ചേർന്നിട്ടാണ് റോഷിന്റെ കല്യാണത്തിൽ ഒപ്പന ചെയ്യാൻ. അല്ല, ഡയറ്റിങ് ഇല്ലാതെ എങ്ങനെയാണ് തടി കുറക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഇന്നാണ് യൂട്യൂബിലേക്ക് വരുന്നത് ആദ്യമായിട്ട്.
ഒരു കാറ്റ് മൂളണ ഒരു പാട്ടിൻ നീളം കേൾക്കണ എൻ കാതിൽ വന്നു കഥ ചൊല്ലണ എൻ്റെ കാറ്റ് ചോലക്കിളിയേ കനവാദം കനലേകി കനൽ കാണാൻ ഒരു നാളിൽ മയമുകിലായി ഞാൻ പാടാം എൻ്റെ ഓലനാലിക്കിളിയേ. താങ്ക് യു. എന്താണ് എനിക്ക് പാടുന്നത്? ഇത് നമ്മളെ റംലയുടെ താത്തയുടെ മോളാണ്. ഒരു വരി പാടിക്കോ? ഇല്ല. ഒരു അവസാനം ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. മുജീസൈബ് മറക്കല്ലേ, നമ്മളെ മറക്കല്ലേ. മുജീസൈബ് ഗംഭീര കുക്കിംഗ്. അമ്പിളിച്ചേരുള്ള ബ്രഹ്മാണമുള്ള പൊന്നന്തിന തനി തഞ്ചാവൂർ പട്ടന്തിന തങ്കം തേളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ പണ്ടു പണ്ട് പറക്കാടി എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂർ പട്ടന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടി പണ്ടുപോലെ പറക്കാടി കല്ലുമലക്കതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണുവെച്ചു പോകും കന്നിക്കതിരാണേ കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും ആളൂരേ കള്ളിയവളുടെ നുള്ളൊരു മുള്ളാണേ എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂർ പട്ടന്തിന തങ്കം തെളിയണ പട്ടുതിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടി പണ്ടുപോലെ പറക്കാടി എന്നെ കാണാൻ പാടിയാ നിന്നെ കാണാൻ അങ്ങനല്ല നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നെല്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നെല്ലാരും കാതിലാണേ കമ്മലില്ല കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല നിന്നെ കാണാൻ എന്നെക്കാളും സ്വന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. പിന്നെ ബാച്ച് ആര് വാങ്ങി തന്നാണ്? ആര്? കുവൈത്ത് വാച്ച്. വെരി ഗുഡ്. കുവൈത്തിലെ സമയമാണോ അതിൽ കാണിക്കാൻ? വാച്ച് കാണിക്കുക. അമേരിക്കൻ വാച്ച്. യെസ്. അടിപൊളി മോതിരം. റെഡി 1 2 3. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീമേ പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. നമ്മളെ ഗൃഹനാഥൻ വളരെ വൈകി എത്താനുള്ള ഒരു അവസ്ഥയപ്പുള്ളത്. എല്ലാവരും ദേവ്ജി എവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്താണ് നിങ്ങൾ വൈകിയത് ദേവ്ജി? ഞാൻ അതിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഓടി നടക്കുന്നതിനിടയിലല്ലേ? ഇവൻ തുറക്കാൻ വന്നൊരു അതിഥിയാണ്. എന്താ പറയുന്നത്? മുഹമ്മദ് ഇഷാൻ. ഗംഭീരം അല്ലേ? ഓ അടിപൊളി വരും. ഓക്കെ ഗംഭീരം. ചിറകുമായി വരിക
വേനൽ തുള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു ചിറകുമായി വരിക ശലഭമേ. താരങ്ങളെ എന്നോടു മിണ്ടില്ലയോ? പാതിരാ താരങ്ങളെ എന്നോടു മിണ്ടില്ലയോ? എൻ്റെ കനകമുന്തിരികൾ മണികൾ